പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കണോ എന്നതിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാവും ഹൈക്കോടതിയുടെ തീരുമാനം. ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ചും ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന 4 ഇടങ്ങളിലും ഇപ്പോഴും ഗതാഗതക്കുരുക്കിന് അത്ര ശമനമായിട്ടില്ല. മുരിങ്ങൂർ ദേശീയപാതയിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇന്നെങ്ങനെയാണ്, തിരക്ക് കുറച്ച് കുറവുണ്ടോ മൊത്തത്തിൽ? ഇന്നിപ്പോ ഒരുപക്ഷെ ടോൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം വന്നേക്കാം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇടിഞ്ഞു താഴ്ന്ന ഭാഗം പൂർണ്ണമായിട്ടും ശരിയാക്കിയോ? ദേശീയപാത അതോറിറ്റി പറഞ്ഞ ഉപാധികളെല്ലാം പാലിച്ചു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ആർക്ക് അനുകൂലമാവാനാണ് സാധ്യത? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിങ്ങൂരിലെ ഇടിഞ്ഞ് താഴ്ന്ന സ്ഥലത്ത് മണ്ണിട്ടതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എനിക്ക് പുറകിലൂടെ വാഹനങ്ങൾ പതുക്കെ പതുക്കെ കടന്നു പോകുന്ന ദൃശ്യങ്ങളും കാണാം. മുരിങ്ങൂരാണ് പ്രധാനമായ മുരിങ്ങൂരും മാമ്പല്ലൂരുമാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്നേക്ക് 62 ദിവസമായിരിക്കുന്നത്, അതായത് 2 മാസം പിന്നിട്ടിരിക്കുന്നത് ടോൾ പിരിക്കാതെയുള്ള യാത്രയ്ക്ക് ടോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ട്. ഇന്നൊരു പക്ഷേ അത് പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ സമയം 8 മണി ആയിരിക്കുന്നു. പക്ഷേ ഒരൊറ്റ പണിക്കാരെ പോലും ഇവിടെ കാണാനില്ല. അതായത് അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് പാടില്ല എന്നതാണ് ഹർജിക്കാരൻ്റെയും ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും ആവശ്യം. ജില്ലാ കളക്ടർ നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നേരത്തെ നിന്ന് വ്യത്യസ്തമായി ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം കടന്നു പോകുന്നത് വലിയ ബ്ലോക്ക് എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ അല്പം കൂടി ബ്ലോക്ക് ഉണ്ടാവും. അത്തരത്തിൽ ഒരു ബ്ലോക്കിന് പൂർണ്ണമായി ശമനമായിട്ടില്ല എന്ന് തന്നെ പറയാം. അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഇന്ന് ഒരു അനുകൂല വിധി ടോൾ കമ്പനിക്ക് ഉണ്ടാകുമോ എന്നതാണ് അവർ കാത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് അനുകൂലമായൊരു വിധി തുടർന്നും കിട്ടുമോ എന്നതാണ് ജനങ്ങളും കാത്തിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഇപ്പോഴും നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരോട്ട് പോവുക, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്നാണ് ചിലർ പറയുക. കാര്യം കുരുക്കിൽ പെട്ടുപോയാലുണ്ടല്ലോ, വലിയ പാടാ. പക്ഷെ കുരുക്കിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. എന്നാലും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റി അല്ലേ, സമയമെടുക്കും, ക്ഷമ വേണം എന്നുള്ളതാണ്. പക്ഷേ ടോൾ കൊടുക്കണോ എന്നുള്ളതാണ്. ക്ഷമയൊക്കെ നമ്മൾ പിന്നെയും കൊടുക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ടോളും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചതിന് തുല്യമാവും.